ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കീഴിലത്തുള്ള സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിലെ ഏവൻഗേലിയോൻ ധ്യാന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയായിട്ടാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ വേദവായനയ്ക്കും ധ്യാനത്തിനുമായി നൽകിയിട്ടുള്ള വേദവാക്യങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 34 മുതലുള്ളതായ തിരുവചനങ്ങളാണ്. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. ഇവിടെ കർത്താവ് മറ്റ് തിരുവചനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയാണ്, ഒരു തിരുവചനമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകുന്നത്. കാരണം യേശുതമ്പുരാനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതും നാം അനുഭവിച്ചിട്ടുള്ളതും ലോകം അനുഭവിക്കുന്നതും വലിയ സ്നേഹത്തിന്റെ ഉറവിടമായ സമാധാനം നൽകുന്ന ഒരു കർത്താവിനെയാണ്. എന്നാൽ ഈ ഭാഗം, ഈ ഒരു വാക്യം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കലഹത്തിന്റെ ഒരു ചിന്ത നമ്മിലേക്ക് ഉടലെടുക്കുന്ന ഒരു വാക്യമായിട്ടാണ് ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ കർത്താവ് സമാധാനത്തിന് പകരം വാൾ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വാൾ എന്ന് പറഞ്ഞാൽ കലഹത്തിന്റെ അവസ്ഥയാണ് കർത്താവ് ഈ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ തിരുവചനം യഹൂദന്മാരുടെ ഇടയിൽ പോലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായ ആളുകളുടെ ഉള്ളിൽ, ആളുകളുടെ കുടുംബങ്ങളിൽ, അവർ പാർക്കുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ നാം ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതകളില്ല, നാം ക്രിസ്തുവിന്റെ ക്രിസ്ത്യാനികൾ ആയതുകൊണ്ട്. എന്നാൽ ക്രിസ്തുവിനെ അറിയാത്തതായ ജനത, യേശുവിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തതായ ജനത, ഈ ലോകത്തിന്റെ മിഥ്യാമൂർത്തികളെ ആരാധിച്ചുകൊണ്ട് ഈ ലോക ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളുടെ ഉള്ളിൽ യേശു തമ്പുരാനെ കുറിച്ച് കേട്ട് യേശു തമ്പുരാനെ അവരുടെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് യേശു തമ്പുരാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് അപ്പുറത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ അനേക പ്രാവശ്യങ്ങൾ സഞ്ചരിക്കുവാനും താമസിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അവിടെയെല്ലാം ആദിവാസികളായ ആളുകളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവർ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അവരുടെ ഇടയിൽ അവർ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് കാണുവാനും കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരാൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടുംബം ആദ്യം അവനെ അവിടെ നിന്ന് ഒഴിവാക്കും. തിരുവചനത്തിൽ താഴെ 35-ാമത്തെ വാക്യം 36-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, അവന്റെ ശത്രുക്കൾ അവന്റെ മാതാപിതാക്കൾ തന്നെയായി തീരുന്നു. യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തികളെ ആ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടും. തീർന്നില്ല, കുടുംബം അവനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അവൻ നിൽക്കുന്നതായി ഗ്രാമം, ചുറ്റുപാടുകൾ അവനെ തള്ളിപ്പറയുകയാണ്. അവന് വെള്ളം കൊടുക്കാതെ, അല്ലെങ്കിൽ ആ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതെ, താമസിക്കുവാൻ അനുവദിക്കാതെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് കാണുവാനും കേൾക്കുവാനായിട്ടുണ്ട്. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, സമാധാനമല്ല വാൾ എത്രയെന്ന് പറയാൻ കാരണം. അക്രൈസ്തവരായ ആളുകളിൽ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ അതിഭയാനകമാണ്.
നമുക്കറിയാം ഇന്ന് പല സ്ഥലങ്ങളിൽ, മണിപ്പൂർ തൊട്ടുള്ള സ്ഥലങ്ങളിൽ, കേരളത്തിലും വെളിയിലുമായി ഇന്ന് യേശുവിനെ സ്വീകരിക്കുന്ന അക്രൈസ്തവരായ ആളുകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അതിഭയാനകമാണ്. യേശുവിനെ പ്രതി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നു. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവന്റെ പ്രിയപ്പെട്ട, അവന്റെ കൂട്ടുകാർ, അവന്റെ ബന്ധുമിത്രാദികൾ, അവർ ഉള്ളവരെല്ലാം അവനെതിരെ നിൽക്കുന്നു, അവനെ ഒറ്റപ്പെടുത്തുന്നതായ സാഹചര്യം. വീണ്ടും പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നിന്ന് കലഹം ആരംഭിക്കുന്നു. അവർ പലരെയും നിർബന്ധിച്ച് മതമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു. യേശുവിനെ സ്വീകരിച്ച ആളുകളെ വീണ്ടും പഴയ മതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പീഡനങ്ങൾ അവരിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട, ഇത് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള തിരുവചനമാണ്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് 37-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നേക്കാൾ അധികം മകനെയോ മക്കളെയോ പ്രിയപ്പെട്ടവരെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല, മറിച്ച് തന്റെ കുരിശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണമെന്നാണ് കർത്താവ് തുറന്നുള്ള വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലുത് ത്യാഗത്തിന്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ ജനിച്ചു വീണ നാൾ മുതൽ കർത്താവിന്റെ തിരുവചനം കേട്ട, യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് യേശുവിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചിലത് ത്യജിക്കുവാൻ നമുക്ക് തയ്യാറാകും. നാം ഏറ്റവും അധികമായി സ്നേഹിക്കുന്നതിനെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്കിടയായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിന്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാം മക്കളില്ലാത്തവനായി 100 വർഷക്കാലം ജീവിച്ചു. ഒരു പുത്രനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ സ്നേഹവും വാത്സല്യവും എല്ലാം മകനിലേക്ക് ഒതുങ്ങിക്കൂടി. ഏറ്റവും ഒടുവിൽ യഹോവയായി ദൈവം താൻ സ്നേഹിച്ച തന്റെ മകനെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് അബ്രഹാമിനോട് ആഹ്വാനം ചെയ്യുമ്പോൾ, അബ്രഹാം എല്ലാം മറന്ന് ക്രിസ്തുവിന് വേണ്ടി തനിക്കിഷ്ടപ്പെട്ട, താൻ ഏറ്റവും അധികം സ്നേഹിച്ചതിനെ, തന്റെ ഏകജാതന പുത്രനെ തന്നെ യാഗത്തിനായി ഒരുങ്ങുന്ന അബ്രഹാമിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുക. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നിന്നോട് ചോദിക്കുന്നു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ, നീ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിനെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ, ത്യജിക്കാൻ ഇന്ന് തയ്യാറാകുമോ? ലോകത്തിലേക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഭിന്നതകളും ഏറ്റവും കൂടുതൽ വൈരാഗ്യങ്ങളും വാശികളും നടക്കപ്പെടുന്നത് നമ്മുടെ ഇടയിലാണ്. ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്ന അനേക ആളുകൾ ഇന്ന് ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടുകൊണ്ടിരിക്കുക. അധികാരത്തിനു വേണ്ടി വടം വലിക്കുന്ന ക്രിസ്ത്യാനികൾ തീർന്നില്ല. അല്പം സ്വത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുന്ന ക്രിസ്ത്യാനികൾ, സഹോദരൻ സഹോദരനെതിരെ, മാതാപിതാക്കൾ മക്കൾക്കെതിരെ, മക്കൾ അപ്പനമ്മമാർക്കെതിരെ ഒക്കെ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയാണ്. ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ത്യാഗം സഹിക്കാൻ കഴിയുമോ? ക്രിസ്തുവിന് വേണ്ടി നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നതിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും. ചില അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക, തന്റെ ജീവനെ കണ്ടെത്തുന്നവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. ഇന്ന് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിവെക്കാൻ, കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ ഇടയായാൽ സ്വർഗരാജ്യം ദൈവം നമുക്ക് നൽകും. ആ സ്വർഗരാജ്യത്തെ അവകാശമാക്കി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് പോകാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ കുനിച്ചു കൊടുക്കാം. ഈ ധ്യാനത്തെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ക്രിസ്തുവിന് വേണ്ടി വാളെടുക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ആളുകൾക്കെതിരെ ഭിന്നതയുടെ ആത്മാവിനെ അയച്ച് അവരുടെ ജീവിതത്തെ തകർക്കാൻ ഞാൻ മുഖാന്തരം
ഇടയായിട്ടുണ്ടോ? രണ്ടാമതായി, ക്രിസ്തുവിന് വേണ്ടി ഈ ആയുസ്സിൽ എന്തെങ്കിലും ഒന്ന് ത്യജിക്കാൻ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ കർത്താവിന് വേണ്ടി ത്യജിക്കാൻ നമുക്കിടയായിട്ടുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഇല്ലെങ്കിൽ ദൈവമേ, ഈ നാളുകൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നിനക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട്, കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്കൊരുങ്ങാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാൽവരി കുരിശിൽ കൂടെ ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവം, ഈ ദിവസത്തിന്റെ നല്ല സമയത്തിനാണ് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ചിലതിനെ ത്യജിച്ചുകൊണ്ട് നിന്റെ കുരിശെടുത്തുകൊണ്ട് നിന്റെ പിന്നാലെ വരുവാനുള്ള ഭാഗ്യവും കൃപയും ദൈവമേ എനിക്ക് ഞങ്ങൾക്ക് തരണം. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ആയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ.